So worship is with one accord. സമയമാകുന്നു. ഇനി 3 മിനിറ്റോടുണ്ട്. ഞാൻ അതിനോട് ചില കാര്യങ്ങൾ ഞാൻ പറയുന്നു. Genesis 11:6 ഞാൻ പറയുകയാണ്. Genesis 11:6 says, ജനങ്ങൾ ഒന്ന്, people are one, അവരുടെ ഭാഷയൊന്ന്, their language is one, അവരെന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അത് അവർക്ക് നടക്കും. and whatever they decide to do is going to happen. നമ്മൾ ഒന്നിച്ചാൽ, when we stand together, നമ്മുടെ ആശയം ഒന്നായാൽ, when our thoughts are one, നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും അത് നടക്കും. no matter what we pray for, it's going to happen. 2-3 പേർ എന്റെ നാമത്തിൽ ഒരു വിഷയത്തിന് വേണ്ടി ഒന്നിച്ചാൽ, when 2 or 3 people gather together അത് സംഭവിക്കും. in my name, it will happen. ഒന്നിച്ചാരാധിച്ചപ്പോൾ when they worship അവിടെ together, തേജസ് ഇറങ്ങി വന്നു. the glory of the ഈ Lord, സഭയെക്കുറിച്ച് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. there's a purpose for the ഈ Lord. സഭയുടെ അതിനെ വിസ്താരപ്പെടുത്തുമെന്ന് ദൈവാത്മാവ് പറയുന്നു. God is going to expand its boundaries. എന്നാൽ ദൈവാത്മാവ് പറയുന്നത് ആദ്യം നിങ്ങൾ ഒന്നിക്കുക. But the Holy Spirit says you have to get together. രോഗിയെ ദൈവസ്ഥനെ കൊണ്ടുവരുക. And you have to bring together the sick in the presence of the Lord. 4 സഹോദരന്മാർ ഒന്നിച്ചു. 4 people got together. അവർ തളർവാദ രോഗിയെ പൊക്കിയെടുത്ത് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. The person who could not walk, they lifted him and brought him to Jesus. And if you get together, പത്രോസ് യോഹന്നാൻ ഒന്നിച്ചപ്പോൾ, when Peter and John got together, മുടന്തൻ സൗഖ്യമായി. the people who could not walk, they started walking. സൈലസും പൗലും ഒന്നിച്ചപ്പോൾ, And Paul and Silas, they കാരാഗ്രഹം വിളകി. the prisons of the വാതിൽ തുറന്നു. the doors were open. ഒന്നിച്ചാരാധിച്ചപ്പോൾ, That is when they worshiped together. കൃപ വ്യാപരിച്ചു. The grace of the Lord was there. ഒന്നിച്ചു മുമ്പോട്ട് പോയപ്പോൾ, And when they went together, രോഗി സൗഖ്യമായി. the people who were sick were ഒന്നിച്ചു delivered. നിന്നാൽ If you stand together, സാത്താൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. Satan cannot do anything. ഒന്നിക്കാം. So let's stand together. അതിനെ നിങ്ങൾ വിസ്താരപ്പെടുത്തുമെന്ന് പറയുന്നു. God is going to expand your ഈ boundaries. സമയം വർദ്ധിപ്പിക്കട്ടെ. May God bless this church. നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. May God bless ഒരു you. നിമിഷം എന്നോട് കൂടി ഒന്ന് കണ്ണടച്ചാൽ Can you just close your eyes and pray? Come on, praise the Lord, praise the Lord, praise the Lord. എല്ലാവരും നാസത്തോടെ സൂക്ഷിക്കാറുണ്ടല്ലോ. അവയെ നമുക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്യാല്ല. തുടർന്ന് കണ്ടാവുന്ന നാസ് നമ്മളെ വചനത്തിലേക്ക് മുമ്പോട്ട് നടത്തുമ്പോൾ ഒരു നിമിഷം ദൈവത്തിനാണ് എല്ലാവരും praise the Lord. Come on, come on. Then sings my soul, my Savior God to thee. How great thou art, how great thou art. Then sings my Savior God to thee. How great thou art, how great thou art. One more time. How great thou art. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് how great thou art. ആരാധിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ, വർദ്ധിപ്പിക്കട്ടെ. സഭയ്ക്കും എന്റെ സ്നേഹത്തെ നന്ദി.